മികച്ച സേവനത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ തുക ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരന് നൽകി മാതൃക തീർക്കുകയാണ് മാവേലിക്കര സബ് ആർടി ഓഫീസ് ഉദ്യോഗസ്ഥർ. മികച്ച സേവനത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ തുക ഭിന്നശേഷിക്കാരനായ ലോട്ടറി കച്ചവടക്കാരന് നൽകി. സേവനങ്ങൾക്കൊപ്പം സാമൂഹ്യ നന്മയെ നിലനിർത്തി മാവേലിക്കര ആർടിഒ ഓഫീസ് മറ്റൊരു കാരുണ്യ പ്രവർത്തനത്തിനാണ് തുടക്കമിട്ടത്. സംസ്ഥാനത്തെ മികച്ച ഭിന്നശേഷി ഓഫീസായി മാവേലിക്കര ആർടിഒ ഓഫീസ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകിയ 25,000 രൂപ നോർനാട് ഇടക്കുന്നം തുണ്ടിൽ സേതുനാഥിന് കൈമാറി. ചാരുമൂട് ജംഗ്ഷനിൽ വൈകിട്ട് 6-ന് നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തുക കൈമാറി. മാവേലിക്കര ജോയിൻ്റ് ആർടി ഓഫീസ് മനോജാണ് ജോയിൻ്റ് ആർടി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമിൻ്റെ പ്രവർത്തന ഫലമായി ഭിന്നശേഷി സൗഹൃദ ഓഫീസായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി സാമൂഹ്യ നീതി വകുപ്പ് അവരെ തിരഞ്ഞെടുക്കുകയും 25,000 രൂപ അവാർഡ് അവർ കൊടുക്കും. കാരണം ഈ അവാർഡ് വന്നു കഴിഞ്ഞാൽ ഖജനാവിൽ പോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ജീവനക്കാരുടെയും പ്രത്യേകിച്ച് ജോയിൻ്റ് ആർടി ആയിട്ടുള്ള മനോജിൻ്റെ ഒരു നേതൃത്വത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. മനോജിനെ എനിക്ക് വളരെ ചെറുപ്പത്തിൽ അറിയാം. മനോജി സർവീസുള്ള എൻ്റെ നാട്ടുകാരനാണ്. അവരും പുല്ലൂരിൽ അദ്ദേഹം എല്ലാം കഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. നമുക്കറിയാം, ഇവിടെ കുട്ടികൾ വണ്ടിയുടെ പുറത്ത് ചെന്ന് യാത്ര ചെയ്തപ്പോൾ മനോജ് അവരെ ശിക്ഷിക്കുന്നതിന് പകരം അവർ ഗാന്ധി ഭവനിലേക്ക് സേവനത്തിന് വേണ്ടി പറഞ്ഞയക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല ആശയങ്ങളുടെ ഭാഗമാണ് ഭിന്നശേഷി സൗഹൃദമായി നമ്മുടെ ഓഫീസ്. ഇന്ത്യയിലെ എല്ലാ ഓഫീസുകളും ഭിന്നശേഷി സൗഹൃദമാകണമെന്നാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം കേരളത്തിലെ എല്ലാ ഓഫീസുകളും അങ്ങനെ ആകണം. അതിനുവേണ്ടി കെട്ടുന്ന നിർമ്മാണ ചട്ടമൊക്കെ ഭേദഗതി ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തു. പക്ഷേ എന്നാലും ഒരു സർക്കാർ ഓഫീസ് അങ്ങനെ മാറിയപ്പോൾ ഈ മനോജ് എന്നെ വിളിച്ചു, ഇങ്ങനൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ അത് ഖജനാവിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, മനോജ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട ഒരു ചാരിറ്റി പണമല്ല. അങ്ങനെയാണ് ലോട്ടറി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സേതുനാഥിനെ അവർ പരിചയപ്പെടും. എനിക്ക് അദ്ദേഹത്തെ നേരത്തെ പരിചയമില്ലെങ്കിലും എന്നോട് മനോജ് പറഞ്ഞു, സാറേ ഇങ്ങനൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് ഈ സഹായം കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ അധ്വാനം കൊണ്ട് കിട്ടിയ ഒരു സമ്മാനം മന്ത്രിയുടെ അനുഭവിക്കുന്നല്ലോ. അതുകൊണ്ട് അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരുടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇത്തരത്തിലൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിനുള്ള സഹായമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിപ്പോൾ നൽകാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. 20 വർഷമായി ചാരുമൂട് ജംഗ്ഷനിൽ ലോട്ടറി കച്ചവടം നടത്തി ജീവിക്കുന്ന സേതുനാഥിന് അരവരെയുള്ള ശരീരഭാഗം മാത്രമാണ് ഉള്ളത്. സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ R. രാജീവ്, ജോയിന്റ് ആർടിഒ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത്. CDN ന്യൂസ്, ചാരുമൂട്.